നോക്കുമ്പോഴേക്കും ആ തൈര് അതേ മുഴുവനെ ആയില്ലോ. വേഗം സ്ഥലം വിടുക, പിന്നെ പൂമ്പളാ തോന്നിയത് വേഗം തിന്നാളത് പോവാണ്. എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് പല്ലേനെ കിട്ടുള്ളൂ, ഞാനൊന്നും കിട്ടും തോന്നില്ല. വേഗം അവിടെ കണ്ട എണ്ണയൊക്കെ മാന്തി കയ്യിലെടുത്തിട്ട് ഓടി വിടുന്നു. അപ്പൊ ഈ ഓടിപ്പോയത് തയ്യ കൂടെ ആയതുകൊണ്ട് യശോദ ശബ്ദം കേട്ട അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോഴേക്കും ശരിയാക്കി തരാം. യശോദ പുറപ്പെട്ടു. പിന്നാലെ കയ്യിലൊരു വടിയുണ്ട്. ചെന്നങ്ങനെ നോക്കണ സമയത്താ അവിടെ എന്താ പരിപാടി അറിയോ? ഒരു ഒരലുണ്ട്. ആരും അധികം ഉപയോഗിക്കൊന്നും ചെയ്യാത്തതാ. അപ്പൊ അതിന്റെ മീതെ കയറിയിരുന്ന ഈ ഒരലിന്റെ കുഴിയില് ഈ വെണ്ണട്ടിട്ട് അതിങ്ങനെ കഴിക്കാൻ പുറപ്പെട്ടു. അപ്പോഴേക്കും കുറെ കൂട്ടുകാരുണ്ട്, കുറെ കൊരങ്ങന്മാര്, അതുപോലെ ഈ പൂച്ചകള്, കാക്കകള്, തത്തകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വെണ്ണോടണം. അപ്പൊ അവരൊക്കെ വന്നപ്പോ അവർക്കിങ്ങനെ ആ ഓടങ്ങളൊക്കെ വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുക, പൂച്ചകളൊക്കെ വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ പൂച്ച ഇങ്ങനെ നക്കി നക്കി ഇങ്ങനെ ആസ്വദിക്കുന്നു. അപ്പോഴൊക്കെ അതൊന്നും ചടിയുന്നു. യശോദ വന്നിട്ടാണ് അമ്മ വന്നത് ചിക്കൻ മനസ്സിലായി. പിന്നെ അത് നോക്കിയത് കൂടിയില്ലേ, വേഗം ഓരോ പോടുന്ന കയ്യിൽ കുടഞ്ഞ ഓടി പിന്നാലെ കളയാനും പറ്റിയ അട്ടമട്ടുണ്ടാക്കണല്ലേ, വെറുതെ കളയാനും പറ്റിയ ബാക്കിയുള്ളത് കൃഷ്ണ അതിനോടും ഇവര് പിന്നാലോട് എളുപ്പമല്ല കേട്ടോ എന്ന് മനസ്സിലായത്. കഴിഞ്ഞപ്പോ ചിലതിന് ശിക്ഷ കുറച്ചെങ്കിൽ ഇത് എന്തും കാട്ടണോ നേരില്ല. പക്ഷെ അത് വിട്ടുകൊണ്ട് ആ രണ്ടാമത്തെ വെട്ടിലെത്താൻ നിങ്ങളൊന്നും അറിയില്ല. ഞാൻ നിർത്തി എന്ന് പറഞ്ഞ യശോദ ആ കയറ് പാകപ്പെട്ടത് ആദ്യത്തെ കയറിന് നല്ല വേണം. അതങ്ങനെ എല്ലാവർക്കും ഇത് എത്ര വിജ്ഞാനം വിലക്കരിക്കുക എന്ന് പറയുന്ന ആളുകൾക്കും കിട്ടാത്തതായിട്ടൊരു സൗഭാഗ്യമാണ് എന്ത് ഈ പ്രസാദം. ഭഗവാനെ ഇത്രത്തോളം സ്വാധീനം